നാട്ടിലും മറുനാട്ടിലുമായി ഈ വാരം ട്രെൻഡിംഗ് ആയ ഒരു പിടി വിശേഷങ്ങളുമായി 24news.comന്റെ ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മികച്ച നടനാണെങ്കിലും വിവാദങ്ങൾ ഒഴിഞ്ഞൊരു നേരം വിനായകനില്ല. ഗായകൻ യേശുദാസിനെയും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും ലക്ഷ്യമിട്ടുള്ള വിനായകന്റെ പ്രസ്താവനകളാണ് ഏറ്റവും ഒടുവിലത്തേത്. സോഷ്യൽ മീഡിയയിൽ പല വിമർശനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു. കൂടുതൽ വിവരങ്ങൾ പൂജ രമേശ് പറയും. ചുറ്റിനും നടക്കുന്ന വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്നതും പ്രതികരിക്കുന്നതുമെല്ലാം വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. എന്നാൽ അത് വ്യക്തി അധിക്ഷേപമായി മാറുന്നത് അല്പം കുഴപ്പം പിടിച്ച കാര്യമാണ്. ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വിവാദങ്ങളിൽ പെടുന്നയാളാണ് നടൻ വിനായകൻ. യേശുദാസ്, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് നേരെയുണ്ടായ അധിക്ഷേപമാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യമാകാതിരിക്കുമോ? ജുബ്ബയിട്ട് ചെയ്താൽ അടൂർ അസഭ്യമാകാതെ ഇരിക്കുമോ എന്ന് ചോദിച്ചായിരുന്നു വിനായകന്റെ പോസ്റ്റ്. സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ? സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യ നോട്ടം നോക്കിയ ആളല്ലേ അടൂർ? സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. സിനിമാ കോൺക്ലേവിലുണ്ടായ സംഭവങ്ങളുടെ പേരിലാണ് അടൂർ ഗോപാലകൃഷ്ണനെതിരെ വിനായകൻ അസഭ്യവർഷം നടത്തിയത്. ഇതിനോടൊപ്പമായിരുന്നു യേശുദാസിനെയും വിനായകൻ വാക്കുകൾ കൊണ്ട് ആക്രമിച്ചത്. സംഭവം വലിയ വാർത്തയായതോടെ ഒറ്റവാക്കിൽ മാപ്പ് എന്നെഴുതി വിനായകൻ പ്രശ്നം അവസാനിപ്പിക്കാനായി എത്തി. എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയപ്പോഴേക്കും വീണ്ടും എത്തി അടുത്ത പോസ്റ്റ്. ഒരു മാധ്യമപ്രവർത്തകയെയും മാധ്യമ സ്ഥാപനത്തെയും അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള പോസ്റ്റ്. ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ചാനലുകൾ എന്ന് തുടങ്ങുന്ന പോസ്റ്റിൽ പുലഭ്യം എങ്ങനെ അസഭ്യമാകുമെന്നായിരുന്നു വിനായകന്റെ ചോദ്യം. അധിക്ഷേപ പോസ്റ്റിനെ വിമർശിച്ച് ഒട്ടേറെ പേർ കമന്റുകളുമായി എത്തി. വിമർശനമാകാം, എന്നാൽ അതിന് മാന്യമായ ഭാഷ ഉപയോഗിക്കണമെന്നും വിനായകൻ പങ്കുവച്ച മാപ്പ് അഡ്വാൻസായി പറഞ്ഞതാണോ തുടങ്ങി പോസ്റ്റിനു താഴെ നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു. വിനായകന്റെ പരാമർശത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഗായകരുടെ കൂട്ടായ്മയായ സമം, ഫെഫ്ക തുടങ്ങിയവരും രംഗത്തെത്തിയിരുന്നു. ഇതിനെല്ലാം പുറമെ ആധുനിക കവിതയെന്ന നിലയ്ക്കാണ് പോസ്റ്റ് ഇട്ടതെന്നാണ് വിനായകന്റെ വാദം. ഇന്ത്യൻ വാഹന വിപണി കുതിച്ചു കയറുമ്പോൾ വാഹനപ്രേമികളുടെ ചർച്ചാ വിഷയങ്ങളിലൊന്നാണ് E20 ഇന്ധനം. 20% എഥനോൾ കലർത്തിയ ഈ ഇന്ധനം സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമാണെന്നാണ് കേന്ദ്രം പറയുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചില ആശങ്കകളും ചർച്ചയാകുന്നു. ജയേഷ് കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാജ്യത്തെ വാഹന വിപണി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ വാഹനപ്രേമികൾക്കും വാഹനം വാങ്ങാനിരിക്കുന്നവർക്കും ആശങ്കയായി മാറുകയാണ് E20 ഇന്ധനം. 20% എഥനോൾ കലർത്തിയ പെട്രോളാണ് E20 ഇന്ധനം. കരിമ്പ്, ചോളം, ബാർലി എന്നിവയുടെ കാർഷികാവശിഷ്ടത്തിൽ നിന്ന് മാറ്റിയെടുത്ത ആൽക്കഹോൾ കലർന്ന ഇന്ധനമാണ് എഥനോൾ. രാജ്യത്ത് വൻ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും ഭാവിയുടെ ഇന്ധനം 100% ബയോ എഥനോൾ ആയിരിക്കുമെന്നും പ്രഖ്യാപിച്ചാണ് കേന്ദ്ര സർക്കാർ E20 രാജ്യവ്യാപകമാക്കുന്ന പദ്ധതിയിലേക്ക് കടന്നത്. എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ പദ്ധതിയുടെ ഭാഗമായാണ് E20 ഇന്ധന പദ്ധതി രാജ്യത്ത് അവതരിപ്പിച്ചത്. എന്നാൽ രാജ്യത്ത് E20 പെട്രോൾ വിൽക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതിക്ക് വേണ്ടത്ര ജനപ്രീതി ഇല്ലാതാവുകയാണ്. E20 ഇന്ധനം വാഹന മൈലേജ് കുറയ്ക്കുന്നു എന്നതാണ് ഇതിന് കാരണമാകുന്നത്. E20 ഇന്ധനം വാഹനങ്ങളുടെ മൈലേജ് 1 മുതൽ 6% വരെ കുറയ്ക്കുമെന്നും പഴയ വാഹനങ്ങളിൽ എഞ്ചിൻ തുരുമ്പ്, കേടുപാടുകൾ എന്നിവയുണ്ടാക്കുമെന്നും ഉപഭോക്താക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. വിഷയത്തിൽ സർക്കാർ പറയുന്നത് E20 സുരക്ഷിതവും പരിസ്ഥിതി സൗഹാർദ്ദവുമാണെന്നാണ്. E20 ഇന്ധനത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. പെട്രോൾ ലോബിയുടെ ഗൂഢാലോചനയാണ് E20 ഇന്ധനത്തിനെതിരായ വിമർശനങ്ങളെന്ന് അദ്ദേഹം പറയുന്നത്. E20 മൂലം ഒരു വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല, ഒരു ഉദാഹരണമെങ്കിലും കാണിക്കൂ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഗഡ്കരിയുടെ കുടുംബത്തിന് കരിമ്പ് കമ്പനികളുമായി ബന്ധമുണ്ടെന്ന ആരോപണവും ഇതിനിടെ ഉയർന്നു വന്നു. എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കുന്നത് വാഹനത്തിന് ദോഷമാണെന്ന തരത്തിൽ നിരവധി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നത്. ഇതിനിടെ എഥനോൾ ചേർത്ത പെട്രോൾ ഉപയോഗിക്കുന്നത് വാഹനത്തിൻ്റെ മൈലേജിൽ ആനുപാതികമായി കുറവുണ്ടാക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയം തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. ഫലപ്രദമായി എഞ്ചിൻ ട്യൂൺ ചെയ്യുന്നതിലൂടെയും E20ക്ക് അനുസൃതമായി എഞ്ചിൻ ഘടകങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് മന്ത്രാലയം പറയുന്നത്. കൾട്ട് ക്ലാസിക്കുകളുടെ കൂട്ടുകാരൻ ക്വിന്റൻ ടാരന്റീനോയെ അറിയാത്ത സിനിമാ പ്രേമികളില്ല. ടാരന്റീനോ തന്റെ അവസാന ചിത്രത്തിന്റെ അണിയറയിലാണെന്നാണ് ഹോളിവുഡിൽ നിന്നുള്ള പുതിയ വിവരം. അമൽ ശശികുമാറിന്റെ റിപ്പോർട്ട് കാണാം. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സംവിധായകൻ ലോകേഷ് കനകരാജ് ഒരു കാര്യം പറഞ്ഞിരുന്നു.
10 പടം മാത്രമേ ചെയ്യാൻ ഉദ്ദേശമുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ പണി നിർത്തും. അന്ന് സ്വാഭാവികമായി ഉയർന്നു കേട്ട ആരാധകരുടെ നിലവിളികൾക്കൊപ്പം പരിഹാസ സ്വരത്തിൽ മറ്റൊരു ഡയലോഗും മുഴങ്ങി. ഇവനാരാ? ക്വിന്റൻ ടാരന്റീനോയോ? ക്വിന്റൻ ടാരന്റീനോ 10ാമത്തെ പടത്തിൽ പണി നിർത്തുമെന്നത് കാലങ്ങളായി കേൾക്കുന്നതാണ്. ചോര കൊണ്ടും വെടിയുണ്ടകൾ കൊണ്ടും അസഭ്യ വർഷം കൊണ്ടുമെല്ലാം പ്രേക്ഷകന്റെ ധാർമ്മികതയുടെ അതിർവരമ്പുകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ടാരന്റീനോയുടെ അവസാന ചിത്രവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നതാണ് പുതിയ വിശേഷം. FTIAയുടെ productionlist.com എന്ന വെബ്സൈറ്റ് പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് ടാരന്റീനോ സംവിധാനം ചെയ്യുന്ന 10ാമത്തെ ചിത്രം ഡിസംബർ 1 ലോസ് ആഞ്ചലസിൽ ചിത്രീകരണം ആരംഭിക്കും. കലാശക്കൊട്ടിനായി ടാരന്റീനോ ഇറക്കാൻ പോകുന്നത് അയാളുടെ തുറുപ്പുചീട്ടുകളായ അഭിനേതാക്കളെയാണെന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ടാരന്റീനോയുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്, ഇൻഗ്ലോറിയസ് ബാസ്റ്റേർഡ്സ് എന്നീ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങളിലെത്തിയ സാക്ഷാൽ ബ്രാഡ് പിറ്റാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൂടാതെ കിൽ ബിൽ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഉമാ തുർമാനും ടാരന്റീനോ സിനിമാ ഫ്ലേവറിന്റെ മുഖമായി മാറിയ സാമുവൽ എൽ ജാക്സണുമാണ് മറ്റു പ്രധാന വേഷങ്ങളിലെത്താൻ പോകുന്നത്. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ് എന്ന ചിത്രത്തിന്റെ സ്പിൻ ഓഫ് ആയ ദി അഡ്വഞ്ചേഴ്സ് ഓഫ് ക്ലിഫ് ബൂത്ത് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രാഡ് പിറ്റ് ഇപ്പോൾ. ക്ലിഫ് ബൂത്തിന്റെ കഥയുടെ 2ാം അധ്യായത്തിന് പേന ചലിപ്പിക്കുന്നത് ടാരന്റീനോയാണെങ്കിലും സംവിധാനം ചെയ്യുന്നത് ഹോളിവുഡിന്റെ ക്രൈം ത്രില്ലർ സ്പെഷ്യലിസ്റ്റായ സാക്ഷാൽ ഡേവിഡ് ഫിഞ്ചറാണ്. അഡ്വഞ്ചേഴ്സ് ഓഫ് ക്ലിഫ് ബൂത്തിന്റെ ചിത്രീകരണത്തിന് ശേഷം ബ്രാഡ് പിറ്റ് ആദ്യം ജോയിൻ ചെയ്യുക ടാരന്റീനോയുടെ അവസാന സംവിധാന സംരംഭത്തിലായിരിക്കും എന്നതാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ എപ്പോഴും ക്രിക്കറ്റ് യുദ്ധമായി മാറാറുണ്ട്. ക്രിക്കറ്റിനോട് താല്പര്യമില്ലാത്തവരെ പോലും ടെലിവിഷന് മുൻപിലേക്ക് എത്തിക്കും ഇന്ത്യ പാക് പോര്. എന്നാൽ ഇത്തവണ ഏഷ്യ കപ്പിൽ ആ ത്രിൽ ഉണ്ടാകുമോ എന്നതിൽ സംശയമുണ്ട്. ആ സംശയത്തിന്റെ കാരണം എന്താണെന്ന് മെറിൻ പറയും. പഹൽഗാം ഭീകരാക്രമണം ആരും മറന്നിട്ടുണ്ടാകില്ല. വിനോദസഞ്ചാരത്തിനെത്തിയ ആളുകളെ കൊന്നൊടുക്കിയ ഒരു പ്രീ പ്ലാൻഡ് അറ്റാക്ക്. ഭീകരർ എങ്ങനെ ഇന്ത്യയിലേക്ക് കടന്നു എന്നത് തുടങ്ങി ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഏറെയായിരുന്നു. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ ബന്ധപ്പെടുത്തി ക്രിക്കറ്റ് ലോകത്തും നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ആ ചോദ്യങ്ങൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിൽക്കുന്നു. എന്താണെന്നല്ലേ പറയാം. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിലായി സെപ്റ്റംബർ 9 മുതൽ നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ നിന്നും ഇന്ത്യ പിന്മാറണമെന്നാണ് ഒരു കൂട്ടരുടെ അഭിപ്രായം. എന്നാൽ മത്സരം നടക്കണമെന്ന് പറയുന്നവരുമുണ്ട്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: പഹൽഗാമിൽ സംഭവിച്ചത് ഇനി ആവർത്തിക്കപ്പെടരുത്, പക്ഷേ കായിക രംഗത്തിന് തടസ്സവും ഉണ്ടാകരുത്. ജൂലൈയിൽ നടന്ന WCL വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ്സിൽ പാകിസ്ഥാനെതിരെയുള്ള സെമി ഫൈനൽ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരുന്നു. ഇപ്പോൾ ഏഷ്യ കപ്പിലും സമാന സാഹചര്യം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഇന്ത്യ പാകിസ്ഥാനെതിരെ മത്സരിക്കുമോ എന്നത് ഇപ്പോൾ ഒരു സംശയത്തിന്റെ നിഴലിലാണ്. അടുത്ത മാസം 14-നാണ് മത്സരം നടക്കുന്നതെങ്കിലും മത്സരത്തെ സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോഴേ കത്തുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ കളത്തിലിറങ്ങണമെന്നും വേണ്ട ഇറങ്ങരുതെന്നുമുള്ള അഭിപ്രായങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞിരിക്കുകയുമാണ്. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലായിരിക്കും ഇത്തവണ ഏഷ്യ കപ്പിന് ഇന്ത്യ കളത്തിലിറങ്ങുക. സെപ്റ്റംബർ 9 ആരംഭിക്കുന്ന ടൂർണമെന്റ് 28 വരെ നീണ്ടു നിൽക്കും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിന് മുന്നോടിയായി അതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും ഏഷ്യ കപ്പും നടക്കുന്നത്. 2025 ഏഷ്യ കപ്പിന്റെ ഉദ്ഘാടന മത്സരം സെപ്റ്റംബർ 9 അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ അരങ്ങേറും. മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടും. സെപ്റ്റംബർ 14-നാണ് ചിരവൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്നാൽ മത്സരം നടക്കുമോ അതോ ബഹിഷ്കരിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച അടുത്ത ബുധനാഴ്ച നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണാം. ഗുഡ് ബൈ ഫ്രം പൂജ എസ് പിള്ളൈ ആൻഡ് കീപ് വാച്ചിങ് 24.